ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ എൻ സ്റ്റൈൽ കുർത്തിയാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് എൻ സ്റ്റൈൽ നൈറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ബ്രാൻഡ് കുർത്തീസും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കുർത്തിയാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. 3 മീറ്ററാണ് ഈ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത്. ഇത് മീറ്ററിന് 95 രൂപയാണ് വില വരുന്നത്. ഇത് സാധാരണ കാണുന്ന ജോർജറ്റ് മെറ്റീരിയൽ പോലെയല്ല. ഇതിൻ്റെ താഴത്തെ ഭാഗത്തും മുകൾ ഭാഗത്തും ഷൈനിങ്ങോട് കൂടിയ ഒരു ബോർഡറും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിന് ലൈനിങ് എടുത്തിരിക്കുന്നത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. 2.5 മീറ്ററാണ് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുർത്തി എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ലൈനിങ് ആണ് രണ്ടാക്കി, വീതിയുടെ ഭാഗത്തേക്ക് രണ്ടാക്കി ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് ബാക്ക് പാർട്ടാണ്. ഇനി നമുക്ക് ആദ്യം നീളം മാർക്ക് ചെയ്യാം. ഞാനിവിടെ ടേപ്പ് ഇതുപോലെ വെച്ചതിന് ശേഷം ഞാനിവിടെ ലൈനിങ് തുണിയിൽ നീളം എടുത്തു കൊടുക്കുന്നത് ഒരു 41 ഇഞ്ചാണ് ഞാൻ നീളം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ തുണിയിൽ എത്രയാണ് നീളം എടുക്കുന്നത് അതിൽ നിന്ന് കുറച്ച് ഒരു 2 ഇഞ്ചോളം കുറച്ചാണ് നമ്മൾ നീളം മാർക്ക് ചെയ്യുക. അപ്പോൾ ലൈനിങ് തുണിയിൽ ഞാൻ നീളം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാനിവിടെ 6.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ആം ഹോൾ ഇവിടെ എടുക്കുന്നത് 7 ഇഞ്ചാണ്. അപ്പം നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് ഇതുപോലെ ആം ഹോൾ നമ്മൾ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ചെസ്റ്റ് വിഡ്ത്ത് 40 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് 40 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 ഇഞ്ചാണ് വരുന്നത്. ഞാനിവിടെ 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ഇൻവിസിബിൾ സിബ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ മുകളിൽ നിന്ന് ടേപ്പ് പിടിച്ചിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ ലെങ്ത്ത് 14.5 ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്തെടുത്തു. വേസ്റ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് വേസ്റ്റിൻ്റെ വിഡ്ത്ത് 9 ഇഞ്ച്, 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 11 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. ഇനി ആ ചെസ്റ്റ് വിഡ്ത്തും വേസ്റ്റ് വിഡ്ത്തും ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമ്മളിത് എ ലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ താഴേക്ക് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് അറ്റത്തേക്ക് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കാം. ഇനി ആം ഹോള് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ കോർണറിൽ നിന്നും ആ ബാക്ക് ആം ഹോള് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം സെൻറ്റർ ഭാഗത്തു നിന്ന് ആ 1.5 ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കുക. അപ്പോൾ ഇനി നമുക്കിതിൽ ഫ്രണ്ട് ആം ഹോള് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പക്ഷേ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ താഴേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കുക. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് ആം ഹോൾ തൊട്ട് നമ്മൾ താഴത്തേക്ക് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് പാർട്ട് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് സാധാരണ നമ്മൾ മെയിൻ ക്ലോത്ത് നമ്മൾ വീതിയുടെ ഭാഗത്തേക്ക് നമ്മളിതുപോലെ മടക്കിയിടും. പക്ഷേ ഇതിൽ ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ്. ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ മടക്കിയിടാൻ പറ്റില്ല. നീളം ഭാഗത്തേക്ക് മാത്രമാണ് ഇത് മടക്കിയിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ മടക്കിയെടുക്കണം. അപ്പോൾ ആ ഡിസൈൻ താഴത്തേക്ക് വരുന്ന രീതിയിൽ വേണം മടക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാനിവിടെ മടക്കിയെടുക്കുന്നത്. മെയിൻ ക്ലോത്തിൻ്റെ മുകളിലേക്ക് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ഞാനൊരു ലെങ്ത്ത് 2 ഇഞ്ചോളം കൂടുതൽ എടുത്തിട്ടാണ് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തത്. ഞാനിവിടെ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് പീസ് ഇവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ ഞാനിത് വേണമെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിൽ മാർക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്യുന്നത്. യോക്ക് ഞാൻ എടുക്കുന്നത് 12 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 13 ഇഞ്ചിലാണ് ഞാൻ ഇവിടെ യോക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. യോക്ക് ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ 3 പീസായിട്ടാണ് ചെയ്യുന്നത്. ആ ആം ഹോളിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ യോക്ക് നമ്മൾ 12 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ താഴത്തെ ഭാഗത്തേക്ക് നമ്മൾ ടോട്ടൽ ഈ കുർത്തിയുടെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 41.5 ഇഞ്ചാണ്. 41.5 ഇഞ്ചിനെ നമ്മൾ 12 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 29.5 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 31 ഇഞ്ചാണ്. താഴത്തെ ഭാഗത്തെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 31 ഇഞ്ചാണ്. യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പീസ് രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് പീസ് നമുക്ക് ഇതുപോലെ നിവർത്തിയിടാം. അപ്പോൾ അതിലാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ മാർക്കിങ് തന്നെ നമുക്ക് ഇതിലേക്ക് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഈ സൈഡ് വശമാണ് നമ്മൾ ഈ പീസിലേക്ക് മാർക്ക് ചെയ്യുന്നത്. ഈ ബാക്ക് പാർട്ടിൻ്റെ ആ ലൈൻ വരച്ച ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെക്കുക. ആ മെയിൻ പീസിൽ നമുക്ക് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് നമ്മൾ ഇതുപോലെ 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഭാഗത്തേക്ക് ബാക്ക് പാർട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ തയ്യൽ തുമ്പ് ആ പുറത്ത് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഈ പീസിൽ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് ആ യോക്കിൻ്റെ അതേ ലെങ്ത്താണ് 13 ഇഞ്ച്. ഇനി നമ്മൾ സൈഡ് വശം എല്ലാം നമ്മൾ അതേ അളവിൽ നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുക. അപ്പോൾ നിങ്ങളൊരു പേപ്പറിൽ ചെയ്യുകയാണെങ്കിൽ പേപ്പർ കട്ടിങ് വെച്ചിട്ട് നമ്മൾ വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സൈഡ് വശം എല്ലാം നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പീസ് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ആം ഹോൾ ആണത്. അപ്പോൾ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാനായിട്ട് നമ്മളതവിടെ മാർക്ക് ചെയ്തു. ഇനി ഈ പീസിൻ്റെ സെൻറ്റർ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ആ ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പിന്നെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ഇതുപോലെയാണ് നമുക്ക് 2 സൈഡിലേക്കുള്ള പീസ് വരുന്നത്. ഇനി നമുക്ക് സെൻറ്ററിലുള്ള പീസാണ് വേണ്ടത്. അപ്പോൾ വീണ്ടും ഞാൻ ബാക്ക് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെൻറ്ററിലുള്ള പീസിൻ്റെ അളവ് നോക്കാം. അപ്പോൾ അവിടെ സെൻറ്ററിലുള്ള പീസിൻ്റെ അളവ് വരുന്നത് 4.25 ഇഞ്ചാണ്. അപ്പോൾ ലെങ്ത്ത് വരുന്നത് 13 ഇഞ്ച്. അപ്പം ഞാൻ സെൻറ്ററിൽ വെക്കുന്നത് ആ ക്ലോത്തിൽ ബോർഡർ പോലെ വരുന്ന ആ താഴത്ത് വരുന്ന ആ പീസാണ് ഞാൻ സെൻറ്ററിൽ വെക്കുന്നത്. അപ്പോൾ ഇത് ആ ബോർഡർ താഴേക്ക് വരുന്ന രീതിയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് ഞാൻ ഇവിടെ 13 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അളന്നപ്പോൾ നമുക്ക് 4.25 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഇരട്ടി വരുമ്പോൾ നമുക്കിവിടെ 8.5 ഇഞ്ച് വരും. തയ്യൽ തുമ്പ് 1 ഇഞ്ച് എടുക്കുക. അങ്ങനെ നമ്മൾ 9.5 ഇഞ്ചിൽ നമ്മൾ ഈ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് യോക്ക് വശം വരുന്നത്. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെ താഴത്തെ ഭാഗം മാർക്ക് ചെയ്യാനായിട്ട് ക്ലോത്ത് ഇതുപോലെ 2 ആക്കി മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് എടുക്കുന്നത് 31 ഇഞ്ചാണ്. അപ്പോൾ ലെങ്ത്ത് തയ്യൽ തുമ്പ് അടക്കമാണ് നമുക്ക് 31 ഇഞ്ച് കിട്ടിയത്. അപ്പോൾ നമുക്കിതിൽ ഡിസൈൻ താഴെ ആയതുകൊണ്ട് നമുക്ക് താഴത്തെ ഭാഗത്തുനിന്ന് മുകളിലേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ആ ഡിസൈൻ താഴത്തെ ഭാഗത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ താഴത്തുനിന്ന് ഞാൻ മുകളിലേക്ക് ടേപ്പ് വെച്ചു 31 ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ആ 31 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് താഴത്തെ ആ വിരിവ് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ് പീസാണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 31 ഇഞ്ച് വരുന്ന ഭാഗത്താണ് കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ആ ലൈനിങ് പീസിൻ്റെ യോക്ക് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തു. അപ്പോൾ നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ താഴത്തെ വിരിവ് മാത്രം എടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഈ കുർത്തിയിൽ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇത് എൻ സ്റ്റൈൽ കുർത്തിയിൽ മമിത ബൈജു ഇടുന്ന ഒരു മോഡലാണ്. അപ്പോൾ അതിൽ കുറേ മോഡൽ കാണിക്കുന്നുണ്ട്. കുറേയൊക്കെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ചെയ്യാത്തൊരു ടൈപ്പ് മോഡലാണ്, പ്ലീറ്റ്സ് വരുന്ന മോഡലാണ്. അപ്പോൾ ഞാനിത് ഓർക്കാതെ ഈ സൈഡ് വശം കൂടി ഇത് മാർക്ക് ചെയ്തെടുത്തു. അപ്പോൾ ആ ലൈനിങ് പീസിൻ്റെ സൈഡ് വശം. അപ്പോൾ നിങ്ങൾ അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ കട്ട് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. ഇതുപോലെ ചെരിച്ച് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആ താഴത്തെ വിരിവ് തന്നെയാണ് മുകൾ ഭാഗത്തേക്കും വരേണ്ടത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ പ്ലീറ്റ്സിൻ്റെ കാര്യം തന്നെ ഓർക്കുന്നത്. നമ്മൾ എന്നിട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ട് തന്നെയാണ് ഈ കുർത്തി നമ്മൾ ചെയ്ത് എടുക്കുന്നത്. ഇനി ഫ്രണ്ട് പാർട്ടിൽ വെക്കാനായിട്ടുള്ള ലൈനിങ് പീസും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്ത് 4 ആക്കി മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈഡിലാണ് ഫോൾഡഡ് സൈഡ്, ഇപ്പുറത്തെ സൈഡ് ഓപ്പൺ സൈഡാണ്. ഇനി നമ്മൾ ലെങ്ത്ത് എടുക്കുന്നത് 14.5 ഇഞ്ചാണ്. താഴത്തെ ആ ബോർഡർ ഒരു പീസിൽ മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ആ ബോർഡർ കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇനി നമ്മൾ താഴത്തെ ആം ഹോളിൻ്റെ റൗണ്ട് വരുന്നത് 9.5 ഇഞ്ച്. അത് ഞാനവിടെ മാർക്ക് ചെയ്തു. ആ ഭാഗത്ത് നിന്ന് ആം ഹോൾ ഷേപ്പ് മാർക്ക് ചെയ്യുക 3.5 ഇഞ്ച്. അതും ഞാനവിടെ മാർക്ക് ചെയ്തിട്ട് താഴേക്ക് ഇതുപോലെ നമ്മളൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി കൈവണ്ണം വരുന്നത് 5.25 ഇഞ്ച്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തുമ്പും കൂട്ടി 6.25 ഇഞ്ചിൽ ഞാനിവിടെ മാർക്ക് ചെയ്ത് നമ്മൾ ആ സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സ്ലീവ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തു. ഇനി സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. സ്ലീവ് ഇതുപോലെ നിവർത്തിയെടുത്തതിന് ശേഷം ഒരു സൈഡ് വശം മാത്രം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം അവിടെ ഒരു ചെറിയ കട്ടിങ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ഭാഗത്ത് ഇതുപോലെ നമ്മൾ ആ ബോർഡറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി യോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സെൻറ്റർ ഭാഗത്തിൻ്റെ മുകളിലേക്ക് 2 സൈഡ് വശത്തിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 1/2 ഇഞ്ചിൽ 2 സൈഡ് വശവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് താഴത്തെ ഭാഗത്ത് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഈ മെത്തേഡിൽ ചെയ്യേണ്ട. ഞാൻ കട്ട് ചെയ്ത് തെറ്റിയതുകൊണ്ടാണ് എനിക്കിതിങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് പ്ലീറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് താഴത്തെ ആ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന പീസ് നല്ല നീളത്തിലുള്ള പീസായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ സെൻറ്റർ ഭാഗത്ത് മാത്രം പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കിതിൽ സെൻറ്റർ ഭാഗത്തേക്ക് ഞാൻ വേറൊരു പീസ് വെച്ച് എനിക്ക് യോജിപ്പിക്കേണ്ടി വരുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെ ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ഈ പീസ് 3 ഞാൻ നല്ല വശം ചേർത്ത് വെച്ചിട്ട് യോജിപ്പിച്ചെടുക്കുക. നല്ല ഭംഗിയുള്ളൊരു മോഡൽ കുർത്തിയാണ്. ആ തുണിയുടെ താഴത്തെ ഭാഗത്ത് ആ ബോർഡറാണ് കൂടുതൽ ആ തുണിക്ക് ഭംഗി നൽകുന്നത്. അപ്പം നമ്മൾ ഇനി ആ യോക്ക് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ സെൻറ്ററിൽ മാത്രമാണ് നമുക്ക് ഇവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ യോക്കിൻ്റെ സെൻറ്റർ ഭാഗം എവിടെയാണ് വരുന്നത് അവിടെ നിന്നാണ് നമ്മൾ താഴേക്ക് ഇതിൽ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ സ്കേർട്ടിൻ്റെ ഭാഗവും യോക്കിൻ്റെ ഭാഗവും ഒരുമിച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതുപോലെ പിന്ന് കുത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് സെൻറ്ററിൽ മാത്രമാണ് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ പിന്നെ 2 സൈഡിലും അറ്റത്ത് നമ്മളിതുപോലെ പിന്ന് കുത്തിയെടുക്കുക. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു പിന്ന് കുത്തിയിട്ടുണ്ട്, അവിടെ വരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ മുകളിലുള്ള പീസാണ് താഴത്തെ സ്കേർട്ടിൻ്റെ ഭാഗം. അവിടെ നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇടുക. അപ്പോൾ രണ്ടും ഒരുമിച്ച് സ്റ്റിച്ചിങ് കഴിയും. പ്ലീറ്റ്സും യോക്കും തമ്മിൽ ഒരുമിച്ച് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 പീസിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് നമ്മളിവിടെ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് യോജിപ്പിച്ച് എടുത്തത്. ഇതുപോലെ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തു. അപ്പോൾ ഞാനിത് ഒന്ന് അയൺ ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ലൈനിങ് പീസിൽ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത് 5.5 ഇഞ്ചാണ്. നമ്മൾ സാധാരണ ഒരു യു ഷേപ്പാണ് ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ നെക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മെയിൻ പീസിൻ്റെ മുകളിലേക്ക് നല്ല വശത്തേക്ക് നമ്മൾ ഈ ലൈനിങ് പീസ് കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നെക്കിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ബാക്കി നിൽക്കുന്ന പീസ് നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം നമ്മൾ ഈ ചെറിയ ചെറിയ കട്ടിങ്സ് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ലൈനിങ് പീസ് ഈ മെയിൻ പീസിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ആ നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ ബാക്ക് പാർട്ട് ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. നമുക്കിവിടെ നെക്ക് മാർക്ക് ചെയ്യണം. 3.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. ലെങ്ത്ത് വരുന്നത് 3 ഇഞ്ചാണ് ഞാൻ നെക്കിന് ലെങ്ത്ത് എടുക്കുന്നത്. ഞാനിവിടെ ബാക്കിൽ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു യു നെക്കാണ് ചെയ്തെടുക്കുന്നത്. സിബിന് വേണ്ടിയിട്ട് ആ നെക്കിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് ഒരു 13 ഇഞ്ച് ഞാനിതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഇൻവിസിബിൾ സിബാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇൻവിസിബിൾ സിബ് വെക്കുന്നത് വളരെ എളുപ്പത്തിലുള്ള വീഡിയോ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ആ ബാക്ക് പാർട്ടിൽ ആ സിബ് വയ്ക്കുന്ന ഭാഗം നമ്മളിതുപോലെ സെൻറ്ററിൽ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്ത് ഇതുപോലെ നമ്മൾ നിവർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ലൈനിങ് പീസ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചേർത്ത് വെക്കുക. ഞാനിവിടെ പിന്ന് കുത്തി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ താഴേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് സിബിന് വേണ്ടിയിട്ട്. അവിടെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അപ്പോൾ താഴത്തെ ഭാഗത്ത് ഒരു വി ഷേപ്പ് പോലെ നമ്മൾ ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇപ്പോൾ നമ്മൾ ആ നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ നമ്മൾ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നെക്കിൻ്റെ ആ സെൻറ്റർ ഭാഗം ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ആ സിബ് വയ്ക്കുന്ന ആ സെൻറ്റർ ഭാഗത്തും ഇതുപോലെ നമ്മൾ കട്ടിങ് മെയിൻ ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല. ആ മെയിൻ ക്ലോത്ത് ഇതുപോലെ നമ്മൾ എവിടെ വരെയാണ് നമ്മൾ മാർക്ക് ചെയ്തത് അവിടെ വരെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ സൈഡ് വശത്തൊക്കെ ചെറിയ കട്ടിങ് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് തിരിച്ച് ലൈനിങ് പീസ് ആ മെയിൻ പീസിൻ്റെ ബാക്ക് സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ആ നെക്കിൻ്റെ ഭാഗവും ആ താഴത്തെ ഭാഗമൊക്കെ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിനുശേഷമാണ് നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സിബ് ഞാനിതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഇൻവിസിബിൾ സിബാണ് വെച്ച് കൊടുക്കുന്നത്. ബാക്ക് പാർട്ടിൽ ഇതുപോലെ ഞാൻ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിബ് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സിബ് ഞാൻ ഇതിൽ വെച്ച് കൊടുത്തത്. ബാക്ക് പാർട്ടിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ മുകൾ ഭാഗം നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗം യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്ക് സ്ലീവിൽ ആ ബോർഡർ കൂടി വെച്ച് കൊടുക്കാനുണ്ട്. സ്ലീവിൻ്റെ നല്ല വശത്ത് ആ ബോർഡർ ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് അറേഞ്ചിൽ 2 പീസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് നിവർത്തിയിട്ടിട്ട് ഇതിൻ്റെ മുകളിലും കൂടെ ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. അപ്പോൾ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ബോർഡർ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവ് കുർത്തിയിൽ ജോയിൻ ചെയ്തെടുക്കുക. കുർത്തിയുടെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും ഇതുപോലെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം 2 സൈഡ് വശത്തേക്ക് നമ്മൾ സ്ലീവ് യോജിപ്പിച്ചെടുക്കുക. അതുപോലെ ഇപ്പുറത്തെ സ്ലീവും അതുപോലെ തന്നെ യോജിപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മൾ ഇവിടെ 2 സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരെയാണ് നമ്മൾ സൈഡ് വശം ജോയിൻ ചെയ്തെടുക്കുന്നത്.
നമ്മൾ ജോർജറ്റ് മെറ്റീരിയലൊക്കെ നമ്മൾ ലൈനിങ്ങും സെപ്പറേറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുക്കുക. മെയിൻ ക്ലോത്ത് രണ്ടും ഒരുമിച്ച് ജോയിൻ ചെയ്യുക. അതിനുശേഷം നമ്മൾ ലൈനിങ് ക്ലോത്ത് ജോയിൻ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗിയുണ്ടാവുക. ഇപ്പോൾ നമ്മളിവിടെ സൈഡ് വശം ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ ലൈനിങ് പീസ് രണ്ടാക്കി മടക്കി സ്റ്റിച്ച് ചെയ്യുക. പിന്നെ താഴത്തെ ഭാഗം ഞാനിവിടെ നമ്മൾ സാധാരണ മെഷീനിൽ ഉരുട്ടി സ്റ്റിച്ച് ചെയ്യുന്ന ആ മോഡലിലാണ് ഞാൻ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ സൈഡ് വശം ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. ലൈനിങ് വേറെ, അതുപോലെ തന്നെ മെയിൻ പീസ് വേറെ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തത്. അപ്പോൾ നമുക്കിനി കുർത്തിയുടെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് എൻ സ്റ്റൈലിൻ്റെ കുർത്തി വരുന്നത്. അപ്പോൾ ആ കുർത്തിയിൽ യോക്ക് ഭാഗത്ത് കുറച്ച് എംബ്രോയ്ഡറി ആണ്. അപ്പോൾ നമുക്ക് എംബ്രോയ്ഡറി ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മോഡൽ ചെയ്തത്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്തും നമ്മൾ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട് ബോർഡർ. ഇതുപോലെയാണ് ബാക്കിൽ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് എടുത്തേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.